എപ്പോഴാണ് മുസ്ലിം ഇബ്നു യസാർ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ താബിഈങ്ങളുടെ കാലത്ത് കഴിഞ്ഞുപോയ അതാ ഇബ്നു യസാർ എന്ന് പറയുന്ന സഹോദരനുണ്ട്, മുസ്ലിം ഇബ്നു യസാർ, രണ്ടുപേരും പ്രഗത്ഭരായ പണ്ഡിതന്മാർ. ലാ യൽതഫിതു ഫീ സ്വലാത്തി, നിസ്കാരത്തിൽ എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കാത്ത ആളായിരുന്നുവെന്ന് മനസ്സിലായത് ബഗ്ദാദിലെ പള്ളി പൊളിഞ്ഞു വീണപ്പോ, പള്ളിയുടെ ഒരു ഭാഗം പൊളിഞ്ഞു വീണ് പള്ളിയിലെ മുഴുവൻ ആളുകളും സ്ട്രീറ്റിലേക്ക് ഇറങ്ങി ഓടിയപ്പോ മഹാനായ മുസ്ലിം ഇബ്നു യസാർ എന്നവര് ആ പള്ളിയുടെ പതനത്തിന്റെ ഘോര ശബ്ദം കേട്ടിട്ട് പോലും നിസ്കാരം മുറിക്കാതിരുന്ന ആളായിരുന്നു. ആ മഹാൻ വീട്ടിലേക്ക് വരുമ്പോ നിസ്കാരത്തിന്റെ മുസല്ല വിരിച്ച് വീട്ടിലെ സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോ പെണ്ണുങ്ങളും കുട്ടികളും പറയും, ഇനി നമുക്ക് ഉറക്ക വർത്തമാനം പറയാം, ഇനി നമുക്ക് ഉറക്ക ചിരിക്കാം. എന്തേ? നമ്മൾ വർത്തമാനം പറഞ്ഞാൽ വാപ്പ കേൾക്കാൻ പോണില്ല. നമ്മളെന്താ പറയാ, നിസ്കരിക്കട്ടോ, മുണ്ടല്ലേ വാപ്പ നിസ്കരിക്കുക. എന്തേ? മകനൊരു തമാശ പറയുമ്പോൾ വാപ്പ നിസ്കാരം മുറിഞ്ഞു പോകും. കേൾക്കുന്നത് മുഴുവൻ നിസ്കാരത്തിലുള്ള ആരെങ്കിലും വർത്താനം. അപ്പൊ നീ എപ്പോഴാടോ കേട്ടത്? ഞാൻ നിസ്കരിക്കുമ്പോഴാണ് ഞങ്ങളാ പറഞ്ഞതൊക്കെയാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് നിസ്കാരം! മഹാനായ മുസ്ലിം ഇബ്നു യസാർ എന്നവർ പറയാ, മക്കളോട് പറയും, പിന്നെ മക്കളെ നിങ്ങൾക്ക് വേണ്ട കഥയൊക്കെ പറഞ്ഞോളൂ കേട്ടോ, ഞാൻ നിസ്കരിക്കാൻ നിൽക്കുക, ഞാനത് കേൾക്കാൻ പോണില്ല. അതൊരു കോൺസെൻട്രേഷൻ അല്ലേ? നമ്മൾ ഒരുപാട് ട്രെയിനിങ് കൊടുക്കും. നമ്മുടെ ബഷീർ മാഷൊക്കെ ഒരുപാട് ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ്. നമുക്ക് മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടാൻ ഇത്രയും മനോഹരമായ സംഭവങ്ങളുണ്ടോ? അത്ഭുതമല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ അത്ഭുതപ്പെടില്ല. നമ്മൾ പറയില്ലേ, 50,000, 1,00,000, 10 ലക്ഷം ഹദീസുകൾ മനഃപ്പാഠമാക്കിയ ആളുകളുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ കാര്യം പറഞ്ഞു. ഏതൊരു പെൺകുട്ടി, കോഴിക്കോടങ്ങാനുള്ള കുട്ടി, കുറേ മനഃപ്പാഠം, വലിയ മെമ്മറിയിലൊരു കുട്ടീൻ്റെ കഥ വന്നല്ലോ. ഒരു പെൺകുട്ടി, ഒരു 7 വയസ്സോ 6 വയസ്സോ ഉള്ളൊരു പെൺകുട്ടി ഇല്ലേ, കഴിഞ്ഞു പോയ രാഷ്ട്രപതിമാരുടെ മുഴുവൻ പേര്, പ്രധാനമന്ത്രിമാരുടെ മുഴുവൻ പേര്, എല്ലാ നദികളുടെ പേര്. അപ്പോൾ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, മോളെ എങ്ങനെയാ? എനിക്കറിയില്ല അല്ലേ. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറയാ, വേദമൊക്കെ കേൾക്കുമ്പോഴേ അഹ്മദ് ബിൻ ഹംബൽ എന്നവർ 7 ലക്ഷം ഹദീസ് അല്ലെങ്കിൽ 10 ലക്ഷം ഹദീസ്, ഇമാമുന ശാഫിഈ തങ്ങൾ സനദടക്കം 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കി. ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നടക്കുമെന്ന് തോന്നിയിരുന്നു. ഈ കുട്ടിയുടെ കഥ കണ്ടപ്പോൾ മനസ്സിലായി, ഇതുപോലെ അള്ളാഹു കൊടുത്ത മൗഹിബത്ത്, അള്ളാഹു നൽകുന്ന ദാനമായ മെമ്മറി ഇതുണ്ടെങ്കിൽ എന്ത് പ്രയാസം, എന്ത് പ്രയാസം! നടക്കൂല എന്നാര് പറഞ്ഞു? ഇതുപോലെയാണ് നമ്മൾ നിസ്കാരത്തിൻ്റെ ഏകാഗ്രതയെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ കണ്ടോ, പള്ളി പൊളിഞ്ഞു വീണിട്ട് അറിയാണ്ടിരിക്കേ. നമ്മൾ കൊതുകടിച്ചാൽ അറിയുന്നു, ഫാൻ ഓഫായി പോയാൽ അറിയുന്നു, ലൈറ്റ് പോയാൽ അറിയുന്നു, റോഡിലൂടെ ഒരു ജാഥ പോയാൽ ആ വിളിക്കുന്ന സർവ്വജാഥയുടെ വിളിയും നമുക്ക് മനഃപ്പാഠമാകുന്നു. പടച്ച റബ്ബേ, ഇവരൊക്കെ ഇങ്ങനെ നിസ്കരിക്കേ, എൻ്റെ നിസ്കാരം അത് സാധ്യമോ? സാധ്യമാണ്, സാധ്യമാണ്. തെളിച്ചു കാണിച്ചു തന്നല്ലോ ചരിത്രം. മുസ്ലിം ഇബ്നു യസാർ എന്നവർ അങ്ങനെയാണ് പരിശുദ്ധമായ നിസ്കാരത്തിൻ്റെ മധുരമറിഞ്ഞപ്പോൾ പള്ളി പൊളിഞ്ഞു തകർന്നു വീണത്, അറിയാതെ പോയത്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.